അല്ലെന്ന് അല്ലല്ല പാമ്പല്ല പേടിക്കണ്ട. ചേച്ചി മേടിച്ചോല്ല, നിങ്ങൾ മേടിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് പോർക്കിന്റെ തല, പോത്തിന്റെ തല, പോത്തിന്റെ നാക്ക്. ഈ സംഭവം നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം. നമ്മളിത് ഒന്നെങ്കിൽ തൊലി ഒലിച്ചെടുക്കും, അല്ലെങ്കിൽ ഷേവ് ചെയ്തെടുക്കും. തൽക്കാലം ക്ലീൻ ചെയ്തെടുക്കണം. നോക്കി പല്ലണ്ട കണ്ട് 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 ഇന്ന് എന്തെയൊന്നൊരു പിടിയില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്താക്ക. അല്ല തലയെ കൊണ്ടുള്ള പരിപാടിയാണ്. വീട്ടിൽ കയറാൻ പറ്റൂല. പക്ഷെ നമ്മൾ ആദ്യം ഓവനിൽ ചെയ്യാന്നാണ് വിചാരിച്ചത്. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഓവൻ നമ്മുടെ ഇല്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വെട്ടിക്കൂട്ടി കറി വെക്കാന്ന് വിചാരിച്ചു. അതാണെങ്കിലും നമുക്കറിയാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് ഈ തല തന്ന ചേട്ടനെ തന്നെ ഇങ്ങോട്ട് വിളിച്ച്. ആള് നമ്മുടെ ഒരു കസിൻ ബ്രദറും കൂടിയാണ്. ആദ്യം തന്നെ നമ്മൾ നാക്ക് ക്ലീൻ ചെയ്ത് കുക്കറിൽ വെച്ച് അത് അവിടെ കിടന്ന് വേകുമ്പോഴേക്കും നമുക്ക് ഈ പോർക്കിനെ അങ്ങോട്ട് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ആ ചെവിയൊക്കെയാണ് മുറിച്ച് കളയുക. ആദ്യം തന്നെ ആ പോർക്കിൻ്റെ തലയെടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് നടുക്ക് നോക്കി വെട്ടൊന്ന് മുറി 2 അങ്ങനെയൊക്കെ പറയുമെങ്കിലും കാര്യത്തോടെ എടുക്കുമ്പോൾ ഒരു 10-20 വട്ടമൊക്കെ വെട്ടേണ്ടി വരും. ആഹാ, എന്ത് ഭംഗിയല്ലേ കണ്ണ് കാണാൻ. നമുക്ക് അതുകൊണ്ട് കുത്തിയെടുക്കാം. ദേ ഒരു സൈക്കോ ഇരുന്ന് കണ്ണൊക്കെ കുത്തിപ്പൊളിക്കണം. ആ വിഷ്വൽ എന്തായാലും ഞാൻ നിങ്ങളെ കാണിക്കാനുള്ള. വെട്ടിപ്പൊളിച്ച് വന്നപ്പോഴാണ് അതിൻ്റെ മെയിൻ സാധനമായ തലച്ചോറ് നമ്മുടെ കിട്ടണം. അതപ്പം തന്നെയാണ് ചട്ടിയിലാക്കി. വെറൈറ്റി എന്ന് വെച്ചാൽ ഇത് മുട്ടയോടൊപ്പം ലേശം പച്ച വെളിച്ചെണ്ണ. അതാണ് അതിന്റെ പ്രത്യേകത. അതിനുശേഷം നല്ല വൃത്തിയായിട്ടാണ് കഴുകിയെടുക്കുക. ഒരു 4-5 തവണയൊക്കെ കഴുകേണ്ടി വരും. എന്നിട്ട് കുറച്ച് സാനിറ്റൈസർ അടിച്ച് അടുപ്പങ്ങോട്ട് കത്തിക്കുക. ആ ചട്ടി എടുത്ത് വെച്ച് എണ്ണ ചൂടായതിനു ശേഷം ആ പോർക്കണയിലോട്ട് ഇടുക. എന്നിട്ട് ലേശം ഉപ്പ്, ലേശം മഞ്ഞൾപ്പൊടി, ലേശം മുളക് പൊടി അതിട്ട് നന്നായിട്ട് ഇളക്കുക. ഈ വിഷ്വലൊക്കെ നിങ്ങളെ കാണിക്കണമെന്നുണ്ടായി. വീഡിയോ എടുക്കാൻ നേറ്റാൻ അപ്പോഴത്തേനും അപ്പുറത്തെ പറമ്പിൽ തേങ്ങ ഇടാൻ പോയി. അത് അവിടെ കിടന്ന് തിളക്കട്ടെ. അപ്പോഴത്തേനും നമുക്ക് അടുത്ത പരിപാടി നോക്കാം. ഇത് ബീഫിന്റെ നാക്കാണ് ഈ തിളച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്തൊക്കെ ചേർത്ത്? സാധാരണ സവാള, വെളുത്തുള്ളി, ജിഞ്ചർ പേസ്റ്റ്, പിന്നെ 2 തക്കാളി, പാകത്തിനുള്ള ഉപ്പും മസാലയും. സാധാരണ മസാല, പിന്നെ മെയിൻ അട്രാക്ഷൻ കുരുമുളക്, പച്ചക്കുരുമുളക്. നാക്ക് പ്ലേറ്റിലേക്ക് വന്നപ്പോഴത്തേക്കും പോർക്ക് അങ്ങോട്ട് അസലായിട്ട് വെന്തു. ഇതിൻ്റെ തനതായ രുചി പോവാതിരിക്കാൻ വേണ്ടി നമ്മളിതിൽ അനാവശ്യ മസാലകളൊന്നും ചേർക്കണില്ല. അത്യാവശ്യത്തിന് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് ഗരം മസാലയുമാണ് ചേർത്തേക്കണം. അത് കഴിഞ്ഞ് സവാള ഇട്ട് നല്ല രീതിയിൽ അങ്ങ് വഴറ്റിയെടുക്കുക. അത് നല്ല രീതിയിൽ വഴന്ന് വരുമ്പോഴത്തേനും അരപ്പങ്ങോട്ട് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മൂടി വെക്കുക. സായിപ്പേ, എന്താണ് ഉണ്ടാക്കണത്? ഒറ്റടയിലോ ഉണ്ടാവുള്ളൂ, അതും തെറ്റിച്ച്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും സംഭവം റെഡിയായി. നല്ല ഉഷാറ് സാധനമായി. എങ്ങനെയുണ്ട് ബിനീഷ്? മക്കളെ, സാധനം എങ്ങനെയുണ്ട്? ബാക്കി നമുക്ക് പിള്ളേർക്ക് കൊടുക്കാം. ഇത് നമ്മുടെ നാക്കാണ്. സംഭവം റെഡിയായിട്ടുണ്ട്. സീരിയസ് ആയിട്ട്
ബൈ.